എല്ലാവർക്കും ഇൻസെപ്റ്റയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെയാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ മെത്തേഡിലേക്കാണ് പോകുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടുന്ന ചില കേസസ്, അതായത് ചില എക്സെപ്ഷണൽ കേസസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ രണ്ട് കേസ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കേസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റലിൽ നിന്നും വിഡ്രോവൽസോ അഡീഷൻസോ ഒന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ കേസ് നമ്മൾ പഠിച്ചത് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പോൾ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഈസ് നോട്ട് ഗിവൺ. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടില്ല എന്ന് കരുതുക. പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ല, പക്ഷേ അവിടെ സാലറി കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്, കമ്മീഷൻ കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്, ഡ്രോയിങ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ഈ കേസിൽ പഠിക്കുന്നത്. അതായത് നമുക്ക് ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ: A and B are partners in a business. Their capital at the end of the year were rupees 46,000 and 34,000 respectively. During the year 2011, A's drawings and B's drawings were 6,800 and 10,700 respectively. Interest on drawings charged was A rupees 200 and B rupees 300. A had been credited with a salary of rupees 3,000 and B with a commission of rupees 4,000. Profits during the year after making the above mentioned adjustments were rupees 30,000. Calculate the interest on capital at 6% for the year ending 31st December 2011. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ തന്നിരിക്കുന്ന ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണ്. ഒരു വർഷം അവസാനിക്കുമ്പോഴുള്ള ക്യാപിറ്റൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ 2 പാർട്ട്നേഴ്സ് ആണ്. ആ 2 പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എ ആൻഡ് ബി. ഈ എയുടെ ക്യാപിറ്റൽ ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, വർഷാവസാനമുള്ള എയുടെ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് 46,000ഉം ബിയുടേത് 34,000ഉമാണ്. 46,000 ബിയുടേത് 34,000. പിന്നീട് ഇവിടെ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. എയുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 6,800ഉം ബിയുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 10,700ഉം 10,700. ഓക്കെ, അപ്പോൾ എയുടെ ക്യാപിറ്റൽ ആണ് അറ്റ് ദ എൻഡ് ആണ് 46,000, ബിയുടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് 34,000. ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് എയുടേത് 6,800, ബിയുടേത് 10,700. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എയുടേത് 200ഉം ബിയുടേത് 300ഉമാണ്. ഓക്കെ, അപ്പോൾ എയുടേത് 200, ബിയുടെ 300. ഇനി എന്താ തന്നിട്ടുള്ളത്? എ ഹാഡ് ബീൻ ക്രെഡിറ്റഡ് വിത്ത് എ സാലറി ഓഫ് 3,000 ആൻഡ് ബി വിത്ത് എ കമ്മീഷൻ ഓഫ് 4,000. എക്ക് സാലറി കിട്ടിയിട്ടുണ്ട്. എക്ക് എത്രയാണ്? 3,000. ബിക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 4,000. ഓക്കെ, അതിനുശേഷം പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ട്. 2 പേരുടെയും പ്രോഫിറ്റ്സ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ 2 പേരുടെയും പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് 30,000 ആണ്. 2 പേരുടെയും പ്രോഫിറ്റ് 30,000 ആഫ്റ്റർ മേക്കിംഗ് ഓൾ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ
ക്യാപിറ്റൽ എടുത്തു കഴിഞ്ഞാൽ ആ ക്യാപിറ്റലിൻ്റെ കൂടെ ഈ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടാനുള്ളത്, ഏതൊക്കെയാണ് ക്യാപിറ്റലിൻ്റെ കൂടെ കുറയാനുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്കറിയാം ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്, ലെസ് ചെയ്യുകയാണോ ചെയ്യുന്നത്? നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്നും ഡ്രോയിങ്സ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ലെസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാപിറ്റലിൽ നിന്ന് പിൻവലിക്കുന്ന തുകയാണ്. ആ പിൻവലിക്കുന്ന തുക നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ ലെസ് ചെയ്യണം. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അതുപോലെ തന്നെയാണ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യണം. സാലറി എപ്പോഴും നമുക്ക് ഒരു പാർട്ട്ണറിന് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന സാലറി അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൻ്റെ കൂടെ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ആഡ് ചെയ്യുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമ്മീഷൻ ആണെങ്കിൽ അതും എന്ത് ചെയ്യുക ചെയ്യുന്നത്, ആഡ് ചെയ്യുക ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യുക, അത് ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ക്യാപിറ്റലിനകത്ത് സാലറിയും കമ്മീഷനും എന്ത് ചെയ്യുക, ആഡ് ചെയ്യണം. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ എന്ത് ചെയ്യുക ചെയ്യാറ്, കുറയ്ക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ എന്ത് തന്നിട്ടില്ല, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണോ നമ്മൾ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. അതായത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ കൂട്ടേണ്ടിയിരുന്ന ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും, അതോടൊപ്പം തന്നെ കുറയ്ക്കേണ്ടിയിരുന്ന ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടിയിരുന്ന സാലറിയും കമ്മീഷൻ ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്നും കുറയ്ക്കണം. അതായത് ഇവിടെ കൂട്ടാനുള്ളതെല്ലാം ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്നും കുറയ്ക്കണം. ഇവിടെ കൂട്ടുന്നതെല്ലാം ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്ന് എന്ത് ചെയ്യണം, കുറയ്ക്കുകയും വേണം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നും കൂടി പറയാം, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ സാലറിയും കമ്മീഷനും നമ്മൾ കൂട്ടി കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഡ് ചെയ്തായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ കുറച്ചാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല. ഇവിടെ ആകെ തന്നിട്ടുള്ളത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ കൂട്ടാനുള്ളത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്നും എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓപ്പണിംഗ് ബാലൻസിൽ കുറയ്ക്കാനുണ്ടായിരുന്നത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്നും കൂട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ എഴുതുക എസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ എയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് ആദ്യം ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമുക്കറിയാം ആരുടെയാണ്, എയുടേത് 46,000 ആണ്. ആ 46,000 ഞാൻ ഇവിടേക്ക് എഴുതി. ഇനി ആഡ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കുക. നമുക്കറിയാം ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്നും ലെസ് ചെയ്യണം. ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്ങിൽ ലെസ് ചെയ്യാനുള്ളത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്നും കൂട്ടണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്താൽ കാണിക്കാറുള്ളത്, ലെസ് ചെയ്ത് കാണിക്കാറാണ് ഉള്ളത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടില്ല. ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഈ ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്നും ഈ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൂട്ടി കാണിക്കണം. ആഡ് ഡ്രോയിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ കുറച്ച് കാണിക്കേണ്ടിയിരുന്ന ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്നും എന്ത് ചെയ്ത് കാണിക്കുക, കൂട്ടി കാണിക്കുക. ഡ്രോയിങ്സ് എത്രയാണ്, 6,800 200. ഡ്രോയിങ് 6,800, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 200. ഓക്കെ,
ഇനിയുള്ളത് ഏതാണ്? സാലറിയും അതോടൊപ്പം തന്നെ കമ്മീഷനുമാണ്. അതിൽ എയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എക്ക് സാലറിയാണ് കിട്ടിയിരിക്കുന്നത്. ആ സാലറി നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, ലെസ് സാലറി. എയുടെ സാലറി എത്രയാണ്? 3000 rupees. ആദ്യം ഇത് നമ്മൾ കൂട്ടാൻ മറന്നുപോയി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 53,000 ആണ് കിട്ടുന്നത്. 53,000. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റൽ അറ്റ് ദ എൻഡിന്റെ കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 53,000 കിട്ടി. ഇനി നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ്. സാലറി എത്രയാണ് ഇവിടെ? 3,000 rupees ആണ്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ പറയാത്ത ഒരു കാര്യം, പ്രോഫിറ്റ് തന്നിട്ടുണ്ട് ഇവിടെ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആഫ്റ്റർ മേക്കിംഗ് ഓൾ അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 rupees ആണ്. എന്നാൽ രണ്ടുപേരുടെയും കൂടി പ്രോഫിറ്റ് ആണ് 30,000 രൂപ. ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കറിയാം, ഒരു പ്രോബ്ലത്തിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 1:1 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 1:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ വായിക്കുകയാണ് ഏതാണ്? പ്രോഫിറ്റ്. എയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 ഇൻറ്റു ഷെയർ എത്രയാണ്? 1/2, 15,000. ഇത് രണ്ടും കൂടെ കൂട്ടിയതിന് ശേഷം ഇതിൽ നിന്നും കുറയ്ക്കുക. 15,000 പ്ലസ് 13,000 എത്രയാണ്? 18,000. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ 53,000 നിന്നും കുറയ്ക്കുക. 35,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത്? 35,000. അപ്പോൾ ഒന്നും കൂടി പറയാം, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന കണക്കുകൾ നോക്കുക. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്നും കുറയ്ക്കുക, ആഡ് ചെയ്യുക. ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൽ നിന്നും ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൂട്ടുക. കുറയ്ക്കാനുള്ളത് സാലറി, കമ്മീഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അത് കുറയ്ക്കുക. ലോസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? കൂട്ടണം. പ്രോഫിറ്റ് ആണെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എഴുതി എത്രയാണ്? 46,000 rupees ആയിരുന്നു. അതിൻ്റെ കൂടെ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. 46,000 പ്ലസ് 6,800 പ്ലസ് 200 എത്ര കിട്ടി? 53,000. അടുത്തത് നമ്മൾ ചെയ്തത് സാലറിയും, അതായത് എക്ക് സാലറി കിട്ടുന്നുണ്ട്, ആ സാലറിയും അതോടൊപ്പം തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റും നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ച് കാണിക്കണം. രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ 18,000 വിച്ച് മീൻസ് 35,000. 35,000 രൂപയാണ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6% ആണെന്ന് നമുക്കറിയാം. 35,000 ഇൻറ്റു 6/100. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 35,000 ഇൻറ്റു 6/100 നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 2,100 ആണ് നമ്മളെ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതുപോലെ തന്നെ നമുക്ക് ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കണ്ടുപിടിക്കാം. ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ബിയുടേത് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. അതിനു വേണ്ടിയിട്ട് ബിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ്
എൻഡ് ഓഫ് ദ ഇയറിൽ എത്രയാണ് ക്യാപിറ്റൽ ബാലൻസ് എന്ന് നോക്കുക. എത്രയാണ് ക്യാപിറ്റൽ ബാലൻസ്? 34,000. അത് നമ്മൾ അതുപോലെ എഴുതി. എന്നിട്ട് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമുക്കറിയാം. ബിയുടെ ഡ്രോയിങ്സ് 10,700, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300. ആഡ് 10,700 പ്ലസ് 300, 44,700 പ്ലസ് 300, 45,000 രൂപ കിട്ടി. അതിനകത്ത് നിന്ന് എന്ത് കുറയ്ക്കണം? നമ്മൾ ഇവരുടെ കമ്മീഷൻ. ബിക്ക് നമുക്ക് കിട്ടിയത് സാലറി അല്ലായിരുന്നു, ബിയുടേത് കമ്മീഷൻ ആയിരുന്നു. ലെസ് കമ്മീഷൻ എത്ര രൂപയാണ്? 4,000. അതിനുശേഷം പ്രോഫിറ്റും എന്ത് ചെയ്യുക? കുറയ്ക്കുക. പ്രോഫിറ്റ് നമുക്കറിയാം 30,000ന്റെ 1/2, അത് 15,000. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിനകത്ത് നിന്ന് കുറയ്ക്കുക. എത്ര കിട്ടി? 26,000. 26,000 രൂപയാണ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കിട്ടി. ഈ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് എ, സോറി എ അല്ല ബി, 26,000 ഇൻറ്റു 6/100. 6% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,560. അപ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൻ്റെ കൂടെ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൂട്ടുക. അതേ കണക്ക് തന്നെ പ്രോഫിറ്റ് അല്ല ലോസ് ആണെങ്കിൽ, ഷെയർ ഓഫ് ലോസ് ആണെങ്കിൽ അതും എന്ത് ചെയ്യണം? കൂട്ടണം. കുറയ്ക്കാനുള്ളത് സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ്, ഇതുപോലെ പാർട്ട്ണർക്ക് എന്തെങ്കിലും കിട്ടുന്നതെല്ലാം എന്ത് ചെയ്യുക? കുറച്ച് കാണിക്കുക. പാർട്ട്ണറിന് കൊടുക്കുന്നതെല്ലാം എന്ത്, അല്ലെങ്കിൽ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കൊടുക്കുന്നതെല്ലാം എന്ത് ചെയ്യുക? കൂട്ടിക്കാണിക്കുക. അതിനുശേഷം ആ കൂട്ടി കിട്ടിയതിൽ നിന്നും നമ്മൾ കുറച്ച് കാണിക്കുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. അതിൻ്റെ എത്രയാണോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ മെത്തേഡാണ്, അതായത് ഏറ്റവും അവസാനത്തെ മെത്തേഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു ഒന്ന് നോക്കാം. ഒന്നാമത്തത് വിഡ്രോവൽസോ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. രണ്ടാമത്തത് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചതെന്ന് നോക്കി. മൂന്നാമത്തത് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക, അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഇനി നാലാമത്തെ മെത്തേഡ്, എവിടെയെങ്കിലും ക്യാപിറ്റൽ അതായത് അക്കൗണ്ടിങ് ഇയറിൻ്റെ ഇടയിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും വിഡ്രോവൽസ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രോയിങ്സ് തന്നതിന് ശേഷം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതെന്ന മെത്തേഡാണ് വിഡ്രോവൽ വെൻ there is withdrawal ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ നിന്നും ഡ്രോയിങ്സ് ഉള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. M and N are partners sharing profits and losses in the ratio 3:2. Their capital balance as on 1st January 2010 were 40,000 and 30,000 respectively. On 1st July 2010, M had withdrawn 10,000 and on 1st September 2010, N had withdrawn 6,000 out of capital. Calculate interest on capital at 6% per annum. അപ്പോൾ ഒന്നും കൂടെ നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർ ചെയ്യുന്നത് 3:2 എന്നുള്ള റേഷ്യോയിലാണ്. അതിനോടൊപ്പം ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുണ്ട്. എമ്മിൻ്റെയും എന്നിൻ്റെയും 40,000ഉം 30,000ഉം ആണ്.
ഫസ്റ്റ് ജൂലൈയിൽ എം 10,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെപ്റ്റംബറിൽ എൻ 6,000 രൂപയും വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് 6%. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ആവുന്നത് എല്ലാ വർഷവും December 31. ഓക്കെ, എങ്ങനെയാണ് നമ്മളിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നമുക്ക് ഇവിടെ നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം എഴുതാണ്. എമ്മിൻ്റെ ക്യാപിറ്റൽ ഉണ്ടായിരുന്ന ബാലൻസ് എന്ന് പറയുന്നത് 40,000 ആണ്. എന്നിൻ്റെ കയ്യിലുണ്ടായിരുന്നത് 30,000 ആണ്. 40,000 ആൻഡ് 30,000. പിന്നീട് ഫസ്റ്റ് ജൂലൈയിൽ ഡ്രോയിങ്സ് ഉണ്ട് ഇവിടെ. അതായത് ഫസ്റ്റ് ജൂലൈ 2010 എത്രയാണ്? 10,000 രൂപ എം വിഡ്രോ ചെയ്തിട്ടുണ്ട്. എന്ന് ഫസ്റ്റ് സെപ്റ്റംബർ 2010 എന്ന് എത്ര രൂപയാണ് വിഡ്രോ ചെയ്തേക്കുന്നത് നോക്കുക. 6,000 റുപ്പീസ് ആണ് വിഡ്രോ ചെയ്തേക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 6% പെർ ആനം ആണ്. ഇത്രയുമാണ് ഇവിടെ തന്നേക്കുന്നത്. എമ്മിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 40,000 ഉണ്ട്. എന്നിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 30,000 ഉണ്ട്. അതിനുശേഷം എം വിഡ്രോ ചെയ്ത 10,000 രൂപ ജൂലൈയിലാണ്. എന്ന് 6,000 രൂപ സെപ്റ്റംബറിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് 3:2. ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഒന്ന്, എമ്മിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുണ്ട്. എന്നിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുണ്ട്. എമ്മും ഡ്രോയിങ്സ് നടത്തിയിട്ടുണ്ട്. എന്നും വിഡ്രോവൽ നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും December 31 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ. എല്ലാ വർഷവും അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ആവുന്നത് December 31 പറയുന്നുണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ പകുതിക്ക് വെച്ചോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കാം ഈ പാർട്ട്ണർ എന്ത് ചെയ്യുന്നത്, വിഡ്രോവൽസ് നടത്തുന്നത്. അപ്പോൾ നോക്കുക, എമ്മിൻ്റെ കാര്യം നോക്കുക. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമ്മിൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് എം. അപ്പോൾ നമുക്കറിയാം എമ്മിൻ്റെ ക്യാപിറ്റൽ ബാലൻസ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടായിരുന്നത് എത്ര രൂപയാണ്? 40,000 റുപ്പീസാണ്. പക്ഷേ ആ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തപ്പോൾ, അതായത് January 1 മുതൽ December 31 വരെയും ഈ എമ്മിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് 30,000 റുപ്പീസ് ആയിരുന്നില്ല. അതായത് ജൂലൈ 1 എം അതിനകത്ത് നിന്ന് ഒരു 10,000 രൂപ എന്ത് ചെയ്തിരുന്നു? വിഡ്രോ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, January 1 മുതൽ ജൂലൈ 1 വരെ, അതായത് ജൂലൈ 1 വിഡ്രോ ചെയ്യുന്നത്, അതായത് ജൂൺ 31 വരെ എത്ര മാസങ്ങളുണ്ട്? ജനുവരി, ഫെബ്രുവരി. ഈ ജൂലൈ 1 തൊട്ട് മുൻപുള്ള മാസം 31 വരെയും 30,000 രൂപ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഫസ്റ്റ് ജൂലൈ ആയപ്പോഴേക്കും അവരെന്ത് ചെയ്തു? 10,000 രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആ 30,000 രൂപ ജനുവരി മുതൽ ഏത് മാസം വരെ 30,000 രൂപ ഉണ്ടായിരുന്നോ അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ ഫസ്റ്റ് ജൂലൈക്ക് ശേഷം December 31 വരെ 10,000 രൂപ വിഡ്രോ ചെയ്തായിരുന്നു. അതായത് 30,000-ൽ നിന്നും 10,000 രൂപ പോയാൽ എത്രയാണ്? 20,000 രൂപ. അപ്പോൾ ജൂലൈ 1 മുതൽ ഡിസംബർ വരെയുള്ളതിൻ്റെ 20,000 രൂപയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ജനുവരി 1 മുതൽ ജൂൺ 31 വരെയുള്ള 30,000 രൂപയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ rupees 40,000 from 1/1/2010 1 അക്കൗണ്ടിങ് ഇയർ തുടങ്ങുന്നത് മുതൽ ടു എന്ന് വരെയാണ് 1/7/2010, അതായത് ഫസ്റ്റ് ജൂലൈ 2010 വരെ. എങ്ങനെ കണ്ടുപിടിക്കാം? 40,000 ഇൻറ്റു
എത്രയാണ് പെർസെൻറ്റേജ്? 6% ആണ്. ആ 6% എടുത്തു. ഇനി നോക്കുക, ഇത് ശ്രദ്ധിക്കുക. 1/1/2010 to 1/7/2010. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെയാണ്. ജൂൺ 31 വരെ എത്ര രൂപ ഉണ്ടായിരുന്നു? 40,000 rupees ആയിരുന്നു ക്യാപിറ്റൽ ബാലൻസ്. ഓക്കെ, ആ ഫസ്റ്റ് ജൂലൈ കഴിഞ്ഞതിന് ശേഷം, അതായത് ഫസ്റ്റ് ജൂലൈയിൽ ഒരു 10,000 രൂപ വിഡ്രോ ചെയ്തു. ബാക്കിയുള്ളത് എത്ര രൂപയാണ്? 30,000 rupees ആണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ 40,000ന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 40,000 ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു എത്ര മാസം? 6 മാസം. 6/12 എത്ര കിട്ടും? 1,200. ഇത് രണ്ടും പോവും. അപ്പോൾ 4 × 6 is 1/2. കിട്ടുന്നത് എത്രയാണ്? 1,200. ഇനി അപ്പോൾ 40,000 എവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ? 7-ാം മാസം വരെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ₹30,000 ഫ്രം 1/7/2010 to 31st December 2010. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജൂലൈ 2010 എങ്ങനെ ഇവിടെ 30,000 ആയത്? 40,000 ഉണ്ടായിരുന്നു. പക്ഷേ 7-ാം മാസം 10,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയുണ്ടെന്ന് നോക്കാം. ജൂലൈ 1-ലല്ലേ വിഡ്രോ ചെയ്യുന്നത്. അപ്പം ജൂലൈ മുതൽ കാൽക്കുലേറ്റ് ചെയ്യണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതും എത്ര മാസമാണ്? 6 മാസം. അപ്പോൾ 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 എത്ര കിട്ടും? 900. അപ്പോൾ ആ വർഷം, അതായത് 1/1/2010 മുതൽ 31/12/2010 വരെ എമ്മിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,200 + 900 3,100 rupees ആണ്. ഒന്നും കൂടി പറയാം. നമ്മൾ 1/1/2010 അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 7-ാം മാസം അതിനകത്ത് നിന്ന് ഒരു ക്യാപിറ്റൽ ബാലൻസ് 40,000 രൂപ ഉണ്ടായിരുന്നു. പക്ഷേ 7-ാം മാസം അത് എന്ത് ചെയ്തു? 10,000 രൂപ വിഡ്രോ ചെയ്തു. ഓക്കെ, അപ്പോൾ 40,000 രൂപ ഉണ്ടായിരുന്നത് 1/1/2010 മുതൽ 1/7/2010 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 1,200. പിന്നീട് നമുക്ക് 1/7/2010 മുതൽ നമ്മുടെ കയ്യിൽ 40,000 രൂപ ഇല്ല ക്യാപിറ്റൽ. എത്ര രൂപയുള്ളൂ? 30,000 രൂപയേ ഉള്ളൂ. ബാക്കി 10,000 രൂപ പാർട്ണർ എടുത്തു. അപ്പോൾ ആ 30,000 രൂപയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നതും 6 മാസത്തേക്കാണ്. അതും നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. എത്ര കിട്ടി? 900. രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,100. സോറി, 3,100 അല്ല, 2,100. 2,100 rupees. 1,200 + 900 2,100 രൂപ. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ എന്നിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ആദ്യം ഫുൾ ഇയറിലെ 30,000 ഫ്രം എന്നാണ് 1/1/2010 ടു എന്നാണ് എടുത്തേക്കുന്നത് 1st സെപ്റ്റംബർ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ദാറ്റ് മീൻസ് 1/9/2010. അപ്പോൾ 1/1/2010 മുതൽ 1/9/2010 വരെ ബിയുടേത് എത്ര, എന്നിൻ്റെത് എത്ര രൂപയായിരുന്നു ക്യാപിറ്റൽ ബാലൻസ്? 30,000 rupees. ആ 30,000 rupees 9-ാം മാസം കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? അതിൽ നിന്ന് എത്ര രൂപ പിൻവലിച്ചു? 6,000 രൂപ എന്ന് പിൻവലിച്ചു. അപ്പോൾ 9-ാം മാസം വരെ എത്ര രൂപയേ ഉള്ളൂ? 30,000 രൂപ ഉണ്ട്. 9-ാം മാസത്തിന് ശേഷം എത്ര രൂപ കുറഞ്ഞു? 6,000 രൂപ അതിൽ നിന്നും കുറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 9-ാം മാസം വരെ നമ്മൾ എടുക്കത്തില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ 8-ാം മാസം വരെയാണ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 1/9 എടുക്കുന്നത്. അപ്പോൾ 8-ാം മാസം വരെ എത്ര രൂപയുണ്ട്? 30,000 രൂപയുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്,
ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം വരെ നമ്മുടെ കയ്യിൽ 30,000 രൂപയുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര മാസമാണ്? 8/12. എത്ര കിട്ടും? ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും 1200. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1200 കിട്ടും. സെപ്റ്റംബർ മാസത്തിന് ശേഷം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 6,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ 30,000 നിന്ന് 6,000 കുറച്ച് കഴിഞ്ഞാൽ 24,000. 6,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഫ്രം 1/9/2010 to 31st December 2010. എത്ര കിട്ടി? 24,000 into 6/100 into 6 അല്ല, എത്രയാണെന്ന് നോക്കുക. 9-ാം മാസം, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസമാണ്? 4/12. എത്ര കിട്ടി? 1200 പ്ലസ് 480, 480. അതായത് 1680 രൂപയാണ് എന്നിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴാണോ വിഡ്രോവൽസ് നടത്തിയത്, ആ വിഡ്രോവൽസ് നടത്തുന്നത് വരെ ഫുൾ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അതിനുശേഷം എത്ര രൂപയാണോ ബാക്കിയുള്ളത് അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുക. മാസവും കൂടി നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്, അത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക.